ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ആശ്രാമ മൈതാനത്ത് നിന്ന് ഗാന്ധിഭവൻ സ്നേഹാലയത്തിലേക്ക് രാജുവിന് കരുതലിൻ്റെ തണൽ. കുടുംബവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് വർഷങ്ങളായി തെരുവിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്ന 70-കാരനായ രാജുവിന് ഒടുവിൽ കരുതലിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും തണൽ. കഴിഞ്ഞ 2 വർഷമായി ആശ്രാമ മൈതാനത്തെ ബെഞ്ചിലും സമീപത്തെ കടകളുടെ വരാന്തകളിലും കഴിഞ്ഞിരുന്ന രാജുവിനെ സാമൂഹിക പ്രവർത്തകരുടെയും പോലീസിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെയും കൂട്ടായ ഇടപെടലിനെ തുടർന്ന് നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിലേക്ക് മാറ്റി. ഭാര്യയുമായും മക്കളുമായുമുള്ള കുടുംബ പ്രശ്നങ്ങൾക്കിടയിലും മാനസിക പ്രയാസങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഏകദേശം 5 വർഷം മുമ്പാണ് രാജുവിന് വീടും കുടുംബവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത്. പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞ രാജു ഒടുവിൽ ആശ്രാമം മൈതാനത്തെത്തി. കഴിഞ്ഞ 2 വർഷമായി മൈതാനത്തെ ബെഞ്ചിലും സമീപത്തെ കടകളുടെ വരാന്തകളിലുമായിരുന്നു താമസം. കടുത്ത പ്രമേഹ രോഗിയായ രാജുവിന് സ്ഥിരമായ ഭക്ഷണമോ ചികിത്സയോ താമസ സൗകര്യമോ ഉണ്ടായിരുന്നില്ല. വഴിയാത്രക്കാരും സമീപത്തെ കടക്കാരും നൽകുന്ന ഭക്ഷണമായിരുന്നു പലപ്പോഴും വിശപ്പടക്കാനുള്ള ആശ്രയം. മഴയും വെയിലും തണുപ്പും അവഗണിച്ച് പൊതുസ്ഥലത്ത് കഴിയേണ്ടി വന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഏറെ ദയനീയമായിരുന്നു. രാജുവിൻ്റെ ദുരിത ജീവിതം സാമൂഹിക പ്രവർത്തകരായ കൊല്ലം ഹബീബിൻ്റെയും ഷിബു റാവുത്തറിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവത്തിൽ നിർണായകമായ ഇടപെടൽ ആരംഭിച്ചത്. രാജുവുമായി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് വർഷങ്ങളായി കുടുംബത്തിൽ നിന്ന് അകന്ന് തെരുവിൽ കഴിയുകയാണെന്ന് വ്യക്തമായത്. സ്വന്തം നിലയിൽ സുരക്ഷിതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്ന രാജുവിന് സംരക്ഷണവും ഭക്ഷണവും ചികിത്സയും താമസവും ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. തുടർന്ന് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും രാജുവിനെ സുരക്ഷിതമായ ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. രാജുവിൻ്റെ പുനരധിവാസ നടപടികൾക്ക് കൊല്ലം നഗരസഭയുടെ പിന്തുണയും ലഭിച്ചു. കൊല്ലം കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ സദക്കത്തുള്ള നഗരസഭയുടെ ഭാഗത്തു നിന്ന് ആവശ്യമായ കത്ത് നൽകുകയും തുടർ നടപടികൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു. രാജുവിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്ന ആവശ്യം വിവിധ തലങ്ങളിൽ ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപനം നടത്തുകയും ചെയ്തു. നിർണായകമായി രാജുവിനെ ഗാന്ധിഭവൻ സ്നേഹാലയത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾക്ക് കൊല്ലം ഈസ്റ്റ് പോലീസിൻ്റെ ഇടപെടലും നിർണായകമായി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജയശങ്കർ JK, പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ രഞ്ജു RS, സബ് ഇൻസ്പെക്ടർമാരായ അനിൽ MG, ശ്രീലാൽ KS എന്നിവർ വകുപ്പ് തല നടപടികൾ പൂർത്തിയാക്കുന്നതിനാവശ്യമായ കത്ത് സ്റ്റേഷനിൽ നിന്ന് നൽകി. തുടർന്ന് ആശ്രാമം മൈതാനത്ത് നിന്ന് രാജുവിനെ ഏറ്റെടുത്ത് സുരക്ഷിതമായി നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ പോലീസും സിവിൽ ഡിഫൻസും സാമൂഹിക പ്രവർത്തകരും ചേർന്ന് ഏകോപിപ്പിച്ചു. നിരവധി പേരുടെ കൂട്ടായ കരുതൽ രാജുവിനെ സ്നേഹാലയത്തിലേക്ക് മാറ്റുന്ന നടപടികളിൽ വിവിധ മേഖലകളിലുള്ളവരുടെ കൂട്ടായ പിന്തുണയുണ്ടായി. കൊല്ലം കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ സദക്കത്തുള്ള, ആശ്രാമം ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, കൊല്ലൂർവിള ഡിവിഷൻ കൗൺസിലർ മഷ്കൂർ പള്ളിമുക്ക്, സാമൂഹിക പ്രവർത്തകൻ കൊല്ലം ഹബീബ്, ക്രൈംബ്രാഞ്ച് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ KN അനിൽകുമാർ, സിവിൽ ഡിഫൻസ് സേന റീജിയണൽ വാർഡൻ അനീഷ് പ്രകാശ്, കടപ്പാക്കട നിലയം സിവിൽ ഡിഫൻസ് സേന വാർഡന്മാരായ S മുഹമ്മദ് സുഹൈൽ, കൊല്ലൂർവിള നഹാസ് കൊരണ്ടിപ്പള്ളി, ജംഗിഷ് ഖാൻ, സാമൂഹിക പ്രവർത്തകരായ ആശ്രാമം ഗിരീഷ്, ബ്രൈറ്റ് സൈഫുദ്ദീൻ, മുഖത്തല സുഭാഷ്, ക്ലാസിക് സമീർ തുടങ്ങിയവർ രാജുവിന് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുന്നതിനായി ഒപ്പം നിന്നു. ഇവരുടെ സാന്നിധ്യത്തിൽ രാജുവിനെ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം PRO ഷിബു റാവുത്തർ ഏറ്റുവാങ്ങി. പത്തനാപുരം ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ്റെ നിർദ്ദേശപ്രകാരം രാജുവിനെ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി. നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിലെത്തിയ രാജുവിനെ ഡയറക്ടർ ശ്രീമതി പ്രസന്ന രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. വർഷങ്ങളായി തെരുവിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന രാജുവിന് ഇനി ഭക്ഷണം, താമസം, പരിചരണം, ചികിത്സ, മാനസിക പിന്തുണ എന്നിവ ലഭിക്കുന്ന സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. തെരുവിൽ കഴിയുന്നവർക്കും ഒരു ജീവിതമുണ്ട്. രാജുവിൻ്റെ ജീവിതത്തിലെ ഈ മാറ്റം ഒരു വ്യക്തിയുടെ പുനരധിവാസം മാത്രമല്ല, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.
കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് തെരുവിൽ കഴിയുന്ന നിരവധി വയോധികരും നിരാലംബരുമുണ്ട്. പലരും രോഗങ്ങളും പട്ടിണിയും ഒറ്റപ്പെടലും സഹിച്ചാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. അവരെ അവഗണിക്കാതെ ആവശ്യമായ സമയത്ത് ഇടപെടുകയും സുരക്ഷിതമായ താമസവും ഭക്ഷണവും ചികിത്സയും പരിചരണവും ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. ആശ്രമ മൈതാനത്തെ ഒരു ബെഞ്ചിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന രാജുവിന് ഇപ്പോൾ ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൻ്റെ കരുതലുണ്ട്. കുടുംബത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും നഷ്ടപ്പെട്ട ഒരാൾക്ക് സമൂഹത്തിൻ്റെ കൂട്ടായ ഇടപെടൽ ഒരു പുതിയ ജീവിതത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഒരിക്കൽ തെരുവിലെ ബെഞ്ച് രാജുവിൻ്റെ ആശ്രയമായിരുന്നെങ്കിൽ ഇനി ഗാന്ധി ഭവൻ സ്നേഹാലയം അദ്ദേഹത്തിൻ്റെ കരുതലിൻ്റെ തണലാണ്. മനുഷ്യരെ തെരുവിൽ ഒറ്റപ്പെടുത്താതെ ചേർത്തു പിടിക്കണമെന്ന വലിയ സന്ദേശമാണ് രാജുവിൻ്റെ ജീവിതത്തിലെ ഈ മാറ്റം സമൂഹത്തിന് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കൊല്ലം.